തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ പിണറായി വിജയൻ സർക്കാർ കെയർടേക്കർ സർക്കാരായി മാറിയെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇടതുമുന്നണിക്ക് ജനകീയ കോടതി നൽകിയ ശിക്ഷയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പിണറായി വിജയൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് വെറും ഒരു കെയർടേക്കർ ഗവൺമെന്റ് മാത്രമാണ്. മറ്റൊരു ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഭരണസ്തംഭനം ഒഴിവാക്കുന്നതിന് വേണ്ടി സാങ്കേതികത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കെയർടേക്കർ ഗവൺമെന്റ് മാത്രമാണ് എന്നുള്ളതാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെന്റിന് യഥാർത്ഥത്തിൽ നയപരമായ തീരുമാനമെടുക്കാനുള്ള അധികാരം പോലും വളരെ പരിമിതമാണ്. എന്നാലും ഗവൺമെന്റ് പുതിയ പ്രഖ്യാപനം നടത്തി പോകുമെന്നാണ് പറയുന്നത്. കാരണം അവർ നിയമത്തെ അങ്ങനെ മാനിക്കുന്ന മട്ടൊന്നും ഒരിക്കലും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഗവൺമെന്റ് എടുക്കുന്ന നയപരമായ തീരുമാനങ്ങൾ ജനങ്ങളെ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് അവർ ആലോചിക്കണം. ജനങ്ങളിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതാണ്. അവർക്ക് ജനകീയ കോടതിയുടെ ശിക്ഷ കിട്ടിയവരാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേൽ ഈ രാഷ്ട്രീയമായ വലിയ നേട്ടം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ജനങ്ങളോട് ഞാൻ നന്ദി പറയുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള റിഹേഴ്സൽ മാത്രമാണ് ഫലമെന്നും തിരുവഞ്ചൂർ കൂട്ടിച്ചേർത്തു. ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിച്ച പാരഡി ഗാനം സംബന്ധിച്ച വിവാദം ഉയർത്തുന്നത് വിഷയം വളച്ചൊടിക്കലാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. തങ്ങളെല്ലാം അയ്യപ്പ വിശ്വാസികളാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാരാണ്. നാളെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ ഉടനെ ഞങ്ങൾ അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചെന്ന് ആരെങ്കിലും പറയുമോ? അതൊക്കെ വെറുതെ വളച്ചൊടിക്കുകയാണ്. ഏതായാലും ഞങ്ങൾ ഇവിടെ ഉണ്ണികൃഷ്ണൻ കുറ്റിയെ ശരണമയ്യപ്പ എന്നൊന്നും വിളിച്ചില്ലല്ലോ. ഞങ്ങൾ അതിനേക്കാൾ എത്രയോ ഞങ്ങളുടെ ഭക്തന്മാരായിട്ടുള്ള ആളുകളാണ്. ദശലക്ഷക്കണക്കിനുള്ള ഞങ്ങളുടെ ജനാധിപത്യ വിശ്വാസികൾ. അവരാ വിശ്വാസം അനുസരിച്ച് പോകും. അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതും അവരെ മനസ്സ് തകർക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം ഉണ്ടായാൽ അതിനെ റെസിസ്റ്റ് ചെയ്യും. അത് പല വിധത്തിലുള്ള റെസിസ്റ്റൻസ് നമ്മൾ കണ്ടില്ലേ. ന്യൂസ് ബ്യൂറോ, കോട്ടയം.